അബൂദാവൂദ് ഇമാം റളിയല്ലാഹുവിനെ കുറിച്ച് ഫതുഹുൽ ബാരിയിലുണ്ട്. കപ്പലിൽ കയറി എവിടത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഉടനെ ഈ കപ്പലിലേക്ക് കയറണമെങ്കിൽ കപ്പൽ നേരെ കരയിലേക്ക് വരില്ലല്ലോ, ഒരു നിശ്ചിത സ്ഥലത്ത് ഡെസിഗ്നേഷനിൽ നങ്കൂരിടലല്ലേ. അവിടത്തേക്ക് സ്റ്റെപ്പോ അല്ലെങ്കിൽ തോണിയോ ഒക്കെ എടുത്തിട്ട് അവിടത്തേക്ക് എത്തണം. തോണിക്കാരനെ തിരിച്ചു വിളിച്ചു, അർജന്റ് വന്നു ഒന്ന് കരയിലേക്ക് എത്തിക്കുന്നു. ഒരു ദിർഹമാവേ, പ്രശ്നമില്ല, അതിനെ കരയിലേക്ക് എത്തിച്ചു. തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു. അപ്പൊ ഈ കപ്പലിലുള്ള ആൾക്കാർ ചിങ്ങ എന്തിൻ്റെ പണി, ഒരു ദിർഹം എന്തിനാ കള്ളേ, അത് സംഭവം നിങ്ങൾ എന്തിനാ കരയിലേക്ക് പോയത്? അത് കരയുന്ന ഒരാൾ തുമ്മിയിരുന്നു. അപ്പൊ അയാള് ഫഹമിദ് അല്ലാഹ, അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടുന്ന് റഹ്മക്കല്ലാ പറഞ്ഞാല് മൂപ്പര് കേൾക്കൂല, മൂപ്പരോട് ഇറമക്കല്ല പറയാൻ വേണ്ടി പോയതാണ്. അപ്പൊ ആ തോണിക്കാരന് ഒരു ദിർഹം കൊടുക്കേണ്ടി വന്നു, കൊടുത്തു. അതിന് അങ്ങനെ കാര്യമായിട്ടായാലും പറയേണ്ട ആവശ്യം. മൂപ്പര് എഹ്ദീക്കുമുള്ള എന്ന് പറഞ്ഞു. ഞാൻ ഇറമക്കല്ല പറഞ്ഞ മൂപ്പര് എഹ്ദീക്കുമുള്ള സ്വാഭാവികമായിട്ട് പറയുമല്ലോ. മൂപ്പരാറ്റം മുജാബുദ് ദഅവത്താണെങ്കിൽ എന്ന് പറഞ്ഞാൽ ദുആഇന് ഉത്തരമുള്ള ആളാണെങ്കിൽ മൂപ്പര് എഹ്ദീക്കുമുള്ള എന്ന് പറയുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ, ഒരു ദിർഹം പോയാലെന്താ? അതിനാണ് ഈ റിസ്ക് എടുത്തത്. അന്ന് രാവിലെ ഈ കപ്പലുകാർ ഉറക്കത്തുനിന്ന് ഉണരുമ്പോൾ ഒരശരീരി ആകാശഭാഗത്തുനിന്ന് കേട്ടു, അള്ളാന്റെ ഭാഗത്തുനിന്ന്. എന്താണെന്നറിയോ? ഇന്ന അബൂദാവൂദ ഇഷ്തറൽ ജന്നത ബിദിർഹമിൻ വാഹിദിൻ, ബുദ്ധിമാനായ അബൂദാവൂദ് ഇമാം ഒരു ദിർഹം കൊണ്ട് സ്വർഗം വാങ്ങി. കണ്ട, ഏത് നന്മ കൊണ്ട കഴിച്ചലാവെന്ന് പറയാൻ പറ്റൂല. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാല് വെച്ചോണ്ടായിരിക്കും രക്ഷപ്പെടുന്നത്. ഇപ്പം നിങ്ങളോട് തന്നെ ഇപ്പൊ വെറുതെ ചോദിക്കുക,